ഹലോ, ഞാൻ ഇന്ന് അഖിൽമാരാരുടെ സുഖപ്രസവത്തെക്കുറിച്ചുള്ള വീഡിയോ കണ്ടു. അതിനെക്കുറിച്ച് 2 വാക്ക് പറയാതിരുന്ന ഒരു സ്ത്രീയായിട്ട് ജീവിക്കുന്നതിൽ അർത്ഥമില്ലാന്ന് തോന്നിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അത് മാത്രമല്ല, ഞാൻ 2 കുട്ടികളെ പ്രസവിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കുട്ടി കോംപ്ലിക്കേഷൻ ആയിരുന്നു, രണ്ടാമത്തേതും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ആദ്യത്തെ കോംപ്ലിക്കേഷൻ വന്നപ്പോൾ അവർ വജൈനൽ ഇൻസിഷൻ 12ഓളം ഇട്ടിട്ട് വാക്വം ചെയ്താണ് മോനെ എടുത്തത്. രണ്ടാമത്തെ ഡെലിവറി സി സെക്ഷൻ ചെയ്താണ് എടുത്തത്. അപ്പോൾ എനിക്ക് അഖിൽമാരോട് സംസാരിക്കാൻ യോഗ്യത അത് മാത്രം മതി എന്ന് കരുതുന്നു. അപ്പോൾ പ്രിയപ്പെട്ട അഖിൽമാരാർ, താങ്കളുടെ ഭാര്യ ഇനിയും പ്രസവിക്കുമെങ്കിൽ താങ്കളുടെ ഭാര്യയ്ക്ക് അതിനുള്ള പ്രായവും ആരോഗ്യവും ഉണ്ടെങ്കിൽ താങ്കൾ അതിനുവേണ്ടി ഒന്നുകൂടി ട്രൈ ചെയ്യണം. എന്നിട്ട് ഭാര്യയുടെ ഗർഭം മുതൽ പ്രസവം വരെ താങ്കൾ ഭാര്യയുടെ കൂടെ ആയിരിക്കുകയും ആ പ്രസവ ദിവസം ലേബർ റൂമിൽ തുടക്കം മുതൽ ഒടുക്കം വരെ കൂടെ ഉണ്ടാവുകയും വേണം. അപ്പോൾ കാണുന്ന സങ്കീർണതകളെല്ലാം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആ കുട്ടി അനുഭവിച്ച ശാരീരികവും മാനസികവുമായ ട്രോമകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ താങ്കളുടെ ഈ കഴപ്പിന് കുറച്ച് ശമനം കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.